എന്തെങ്കിലും തിന്നാനായോ നോക്കാൻ വേണ്ടി വന്നതാ? അമ്മേ, ഞങ്ങൾ അമ്മയുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്നതാ. എന്താ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത്? ഐക്യദാർഢ്യം. അത് തന്നെ. ഇനി എന്റെ തെറ്റ് തിരുത്താൻ നിൽക്ക്. കണികുത്തു. ചേച്ചി, ചേട്ടൻ ചേച്ചിയുടെ സ്വാതന്ത്ര്യത്തെ ഇടപെട്ടില്ലേ? അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങളുണ്ട് ചേച്ചിയുടെ കൂടെ. അതിന് നിന്റെ ചേട്ടൻ എന്റെ സ്വാതന്ത്ര്യത്തിലല്ലേ ഇടപെട്ടത്? അത് ഞാൻ പരിഹരിച്ചോളാം, നീ ഇടപെടണ്ട. ചേച്ചി പ്രതികരിക്കേ, ഉടൻ പ്രതികരിക്കേ. പുഷ്പ, നീ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കറിക്കരിയുന്നത് നിങ്ങൾ കാണുന്നില്ല? ചേച്ചി എവിടെ പോണ്ട, ചേച്ചി എവിടെ ഇരിക്കി, എവിടെയും പോണ്ട. അതിന് ഞാൻ എവിടെയും പോയില്ലല്ലോ, ഇവിടെ ഇരിക്കുന്നല്ലേ ചെയ്യുന്നേ. അല്ല ചേച്ചി പോവും, മുൻകൂട്ടി പറഞ്ഞതാ. ഓ, പുഷ്പേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വന്നേ. എന്താ ഇവിടെ വെച്ച് പറഞ്ഞാല്? ഇവര് കേട്ടാലൊന്നും പ്രശ്നമില്ലല്ലോ, പറഞ്ഞു. ഇവര് കേൾക്കാൻ പറയാൻ പറ്റില്ല. എനിക്ക് നിന്നോട് മാത്രം പറയാനുള്ളത്. നീ വന്നേ. അതെ, സ്ത്രീകൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നത് ഞങ്ങൾ പ്രതികരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു അങ്ങനെ വിളിക്കുമ്പോ പോവാൻ എന്തിനാണ്? ഭാര്യമാര് വിളിക്കുമ്പോ വരാനുള്ളതാണോ? ഭർത്താവ് വിളിക്കുന്നിടത്ത് ചെല്ലാനും ഭർത്താവ് പറയുന്നത് കേൾക്കാനുള്ളതല്ല ഭാര്യ. ഭാര്യമാർക്കും സ്വാതന്ത്ര്യം വേണ്ടേ? എന്റെ കുഞ്ഞു കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ ഈ ഭാര്യമാരുടെ കാര്യം നീ എന്തിനാ പറയാൻ വരുന്നത്? എന്നാ ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്നെ വിട്ടാ. നിനക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പോകും സിനിമയ്ക്ക്. ആഹാ, എന്നിട്ട് സഞ്ജു ഫ്രണ്ട്സിന്റെ കൂടെ പോയതിന് അച്ഛനൊരു കുഴപ്പമില്ലല്ലോ. എന്തോ അടി ഇത്? അവന്റെ ആങ്കൊച്ചനല്ലേ, അവൻ പോയി കണ്ടിട്ടെങ്കിൽ പോന്നോളും. അവനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ, പെങ്കൊച്ചുങ്ങൾക്ക് അവരുടെ കൂട്ടുകാരൊപ്പം സിനിമ കാണാൻ പാടില്ലേ? നീ ഉരുത്തിയാവട്ടെ, ഇവർക്കൊക്കെ വിഷം കുത്തി വെച്ചു കൊടുക്കും. ഞാനല്ല ചേട്ടാ, ചേട്ടന്റെ മനസ്സിലുള്ള പുരുഷ മേധാവിത്വം ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. നിർത്തടി. നിങ്ങൾ തമ്മിൽ ഇനി അടി കൂടണ്ട. ഞാൻ വരാത്തതല്ലേ നിങ്ങളുടെ പ്രശ്നം, ഞാൻ വരാം. ചേച്ചി എവിടെ ഇരിക്കും? ചേച്ചി ഇപ്പൊ പോയി കഴിഞ്ഞാൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുകയും ഞങ്ങൾക്കൊരു അപമാനമായി പോകും. ഇരിക്കവിടെ. നീ എവിടെ ഇരുന്നോടി? നീ വരണ്ട. കുറച്ച് കഴിയുമ്പം പെങ്ങളും മകളും എല്ലാം കൂടെ ഓരോന്നും പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം പുരുഷൻ എന്താണ്. സ്ത്രീജനതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. അവിടെ തന്നെ കുത്തിയിരുന്നോ? അപ്പച്ചിയുടെ ഈ തീരുമാനം എനിക്ക് ഇഷ്ടായി. ഇപ്പൊ നിങ്ങൾ ജയിച്ചില്ലേ, എന്നാ പിന്നെ ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. പൊക്കോട്ടെ അല്ലേ? അല്ലേ? അതെ, അതാ എന്റെ തടിക്കും നല്ലത്. അതെ. അല്ല, അപ്പൊ ഇതൊക്കെ ആര് ചെയ്യും? ചെയ്യപ്പച്ചി. അത് അമ്മ പറയാൻ മറന്നുപോയി. പെട്ടെന്ന് അരിഞ്ഞു വെച്ചേ, ഞാൻ വരുമ്പേക്ക്. മുത്ത് തരിഞ്ഞോ? ഞാനപ്പോ അപ്പോഴേക്കും വരാം. അവള് ഇവിടെ ഇരിക്കേ. അരിഞ്ഞോ? അമ്മയെക്കുട്ടി അങ്ങോട്ട് അരിയാ. എന്ത് വയ്ക്കാനാണോ അറിയില്ല, ഞാൻ അരിഞ്ഞ അങ്ങോട്ട് കരുതാ. ശരിട്ടാ. ഒരു സ്ത്രീ സമത്വക്കാര് വന്നിരിക്കുന്നു കുടുംബം കലക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിനക്ക് വരാൻ അറിയാം, പേടിയുണ്ട്. അയ്യേ, ഞാൻ എന്റെ ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാ. നിന്റെ ഫോൺ എനിക്കൊന്ന് കാണണം. ഇതല്ലേ ഫോണ്? എങ്ങനെയല്ല, എനിക്കത് തുറന്നൊന്ന് കാണണം. തുറന്ന് കാണുന്നുണ്ടെങ്കിൽ മൊബൈൽ ഷോപ്പ് പോണ്ടി വരും. ഒരുമാതിരി വേഷം കെട്ടിറക്കല്ലേ. നിനക്ക് ആ ഫോൺ എന്തെങ്കിലും തന്ന എന്താടി കുഴപ്പം? എന്തിനാ എന്റെ ഫോൺ നിങ്ങളുടെ കയ്യിൽ തരുന്നത്? നീ ആരൊക്കെ വിളിക്കുന്നുണ്ടെന്നും നിനക്ക് എവിടെ നിന്നൊക്കെ കോൾ വരുന്നുണ്ടെന്ന് എനിക്ക് കൊണ്ടൊന്ന് അറിയണം. ഒരു ഫോണാകുമ്പോൾ ഒരുപാട് കോളുകളൊക്കെ വരും, അതിനെന്താ തെറ്റ്? അത് എന്നെ ഒന്ന് കാണിച്ചാൽ എന്താ കുഴപ്പം? അല്ല, നിങ്ങളുടെ ഫോൺ ഞാൻ എടുക്കുന്നുണ്ടാ? ഞാൻ ചോദിക്കുന്നുണ്ട് ആരാ വിളിക്കുന്നതെന്നൊക്കെ? ഇല്ലല്ലോ. നീ ആരൊക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടേ ഞാൻ ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കോൾ റെക്കോർഡർ ഉണ്ട്, എനിക്കറിയാൻ പറ്റും നീ എന്തൊക്കെയാ സംസാരിക്കുന്നത്. അയ്യേ, നിങ്ങൾക്ക് നാണമില്ല ഇതൊക്കെ ചെയ്തൊക്കെ? എനിക്ക് നാണമില്ല. അതല്ലെങ്കിൽ എനിക്ക് പണ്ടേ അറിയാം നിങ്ങൾക്ക് നാണും മാനും ഒന്നും ഇല്ലാന്ന്. ഫോൺ ഇങ്ങോട്ട് കാടി. അത് പൊട്ടുന്നെങ്കിൽ എനിക്കൊരു ബുദ്ധവും ഇല്ല. അത് പൊട്ടിക്കും ഞാൻ, എറിഞ്ഞ് പൊട്ടിക്കും, എടുത്ത് ആരെയും കൊണ്ട്. അതന്നെയല്ല, പിന്നെ എനിക്കൊന്ന് കാണേണ്ടത്. കഴിഞ്ഞില്ലേ ഈ ഫോണിന്റെ പ്രശ്നം? നിന്റെ അച്ഛനോട് ചോദിക്കടി. എന്തോ അച്ഛത്? ഇവിടെ ഫോൺ കിട്ടിയാലോ ഞാൻ എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ. അങ്ങനെ നിങ്ങൾ എറിഞ്ഞു പൊട്ടിച്ച വിവരം അറിയാം, അത്രേ ഉള്ളൂ. ഒരു വിവരം അറിയാനില്ലടി. ഞാൻ നിന്റെ വിവരം ഞാൻ പറയുന്നില്ലേ. ഇവിടെ ഫോണ് എന്തോ നമ്മ ഇങ്ങനെ കാണിച്ചു ഞങ്ങൾ ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ നല്ലതൊന്നും കാണുന്നില്ല? നല്ലതുപോലെ കാണിക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. നല്ലത് ഞാൻ കാണിക്കാം. നല്ലത് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും കാണിക്കും.
നല്ലത് കാണിക്കേണ്ട മക്കള്, അച്ഛനും കണക്കനെ മക്കളും കണക്കനെ. അല്ല ഇപ്പൊ എന്താ ഈ ഫോൺ ഇങ്ങനെ കാണണം എന്നുള്ള പിരാന്ത് കളിക്കിയത്? എന്തുവാടി നീ ഒളിച്ചത്? എന്താ നീ ഞാൻ വരുന്ന കണ്ട് നീ എന്തൊക്കെയോ മറക്കുന്നുണ്ടായിരുന്നില്ല ഫോണിൽ നിന്ന്. എന്തെന്ന് മറിക്കേ? നീ ആരെയാടി വിളിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത്? അനാവശ്യം പറയരുത് കേട്ടാ. നിനക്ക് കാണിക്കാം അനാവശ്യം, ബാക്കിയുള്ളവർ പറയരുത്. പറഞ്ഞ കുഴപ്പം. നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങൾ ഈ ഉണ്ട കണ്ണുകൊണ്ട് നിങ്ങൾ എന്നാ കണ്ടേ? കണ്ടതെല്ലാം കൂടെ ഞാൻ വിളമ്പാം. എല്ലാരും കൂടെ പിള്ളേരും അമ്മയും എല്ലാരും കൂടെ ഇരിക്കുമ്പോ ഞാൻ വിളമ്പാടി. നീ ഇപ്പൊ കാണിച്ചു തന്നെ ഏറ്റവും വലിയ വൃത്തികേട്. ഞാൻ കയറി വരുന്ന ഉടനെ ഒരു ഭർത്താവ് മുറിലോട്ട് കയറിയപ്പോ ഭാര്യ ഫോൺ ഒളിപ്പിക്കുക. അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ എന്റെ കയ്യിലല്ലോ, ഞാൻ എവിടെ ഒളിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ പിന്നെ മറച്ചു പിടിച്ചത്? നീ ഒളിപ്പിച്ചിട്ടൊന്നും പിടിച്ചു വലിക്കും വിചാരിച്ചിട്ട് ഒളിപ്പിച്ചു വെച്ചത്. വേഷം കെട്ടിറക്കല്ലേ പെണ്ണെ, വേഷം കെട്ടുന്ന പിന്നെ നിങ്ങൾ മേടിച്ചു തരുമോ? നിന്റെ കയ്യിലിരിക്കുന്ന സാധനം അങ്ങനെ പറന്നു പോയി പൊട്ടത്തൊന്നും ഇല്ലല്ലോ. ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചപ്പോ നീ തരാത്തോണ്ടല്ലേ ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞു. ചിലപ്പോ നിങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചാലോ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് മാറ്റി വെച്ച, അല്ലാണ്ട് എനിക്ക് കളത്തരൊന്നും ഉണ്ടായിട്ടൊന്നല്ല. വെറുതെ ഓരോന്ന് പറയരുത്. ഇത്രയും കാലം ജീവിച്ചിട്ട് എത്ര ഫോൺ പൊട്ടിച്ചു നിന്റെ? പറ. നീ അങ്ങനെ പറഞ്ഞ് മേപ്പോട്ട് കയറി പോണ്ട. നീ എത്ര ഫോൺ നിന്റെ പൊട്ടിച്ചത്? ഞാൻ സൂക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും പൊട്ടാത്തെ. അതുകൊണ്ടല്ല, എനിക്ക് മര്യാദയുള്ളതുകൊണ്ട്. ഇപ്പം നീ കുറച്ച് മര്യാദകൾ ആ ഫോണിൽ കാണിക്കുന്നുണ്ട്, എനിക്കറിയാം. എനിക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് വിവരം? ചില വിളികള്, ചില സംസാരങ്ങള്, ചില മെസ്സേജുകള്, ചില വേഷങ്ങളെ കുറിച്ചിട്ടുള്ള സംസാരങ്ങള്. നിങ്ങൾ എന്തോ റെക്കോർഡ് ഓണാക്കി വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാ പിന്നെ അത് കേട്ടിട്ട് അങ്ങ് ഇരുന്നാ മതി. കേട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്റെ പ്രതികരണം വേറെ ആയിരിക്കും. പിന്നെ ഇവിടെ കിടന്ന് മോങ്ങിട്ടൊന്നും കാര്യമില്ല. ചവിട്ടി കൂട്ടും ഞാൻ നിന്നെ. ചവിട്ടി കൂട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് വാ, എന്നെ ചവിട്ടി കൂട്ടുന്നു. ഞാൻ നിന്നേരും പോട്ടെന്ന് വിചാരിക്കുമ്പോണ്ടല്ലോ 4 പിള്ളേരുടെ ഓർത്തിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. എന്നിട്ട് അവര് കൂടെ ഇരുന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത്. 4 പിള്ളേരെ വിചാരിച്ച പിള്ളേര് പെണ്ണ് കേട്ടിട്ട് ഓടി വന്നത് കണ്ടില്ലേ? കുറച്ച് നാണം വേണം നിങ്ങൾക്ക്. അത് നീ വിചാരിക്കണം 4 പിള്ളേരുടെ തള്ളയാണ്, വേണ്ടാതെ ഇതിനെ ഒന്നും കാണിക്കരുതെന്ന്. ഒരു പിരാന്തമല്ല. നീ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ആരോടെങ്കിലും ഗുണഗുണ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എത്രയോ കണ്ടിട്ടുണ്ട്. എത്രയോ. അത് നിന്റെ സംശയം. ഞാൻ ഇതുവരെ വേണുക്കുട്ടനോടല്ലാതെ ഒരൊറ്റ ആളോട് ഞാൻ മാറി നിന്ന് സംസാരിക്കാറ്. അയ്യോ, നിങ്ങളുടെ ഫോണിലേക്ക് വേണുക്കുട്ടന്റെ കോള് മാത്രമേ വരുന്നുള്ളൂ. വെറുതെ അനാവശ്യം പറയിപ്പിക്കരുത് എന്നെ കൊണ്ടാ. നീ എടുത്തു വെച്ച് നോക്കുന്ന കാണാലോ. പാതിരാത്രി വരെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. നീ എടുത്ത് ഫോൺ എടുത്ത് കുത്തി നോക്കുന്നത് ആരെയൊക്കെ വിളിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് നീ വേണുക്കുട്ടന്റെ പേരല്ലാതെ ആരെങ്കിലും പേര് കണ്ടിട്ടുണ്ട്? ഇനിങ്ങനെ 10 പ്രാവശ്യം കണ്ണടച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. മേലാൽ ഇതുപോലത്തെ വൃത്തികേട് കാണിച്ച ഫോണെന്നല്ല നിന്നെ ഞാൻ വലിച്ചെറിയും. ഞാൻ ഈ വീട്ടിൽ പിള്ളേർ കേൾക്കണം എന്ന് ഓർത്താ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു കേട്ടാ. കാണാനൊന്നും ഇല്ല, കണ്ടറിയും. ഓട്ടോന്ന് വയ്ക്കുന്നവരും അഹങ്കാരം കാണിക്കുന്നു. ഈ മരം പൊങ്ങി പോകുന്ന എങ്ങോട്ടാ? ഇതിന് പൂവും കായൊന്നും ഉണ്ടാവൂലേ? അച്ഛമ്മ അച്ഛമ്മ ഇവിടെ മരത്തിൽ നോക്കിക്കൊണ്ടിരുന്നോ? പിന്നെ എന്താ കാര്യം? അവിടെ എന്താ നടക്കണേന്ന് വല്ല അറിയുന്നുണ്ടോ? എന്ത് കാര്യമാണ് ഇവിടെ നടക്കുന്നു? എന്റെ അച്ഛമ്മ അമ്മയും അച്ഛൻ തമ്മിൽ മുട്ടം വഴക്ക്. എന്താടി എന്താണ് ചിരിക്കണേ? പിള്ളേർ തമ്മിൽ വഴക്കൂടുന്ന നോക്കുമ്പോ എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ? എന്തോ ഈ പറയുന്ന ഇവള് ചിരിക്കുന്നോ? ആര്? അച്ഛൻ പറയാനേ അമ്മ ഫോണേ യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. എന്റെ പൊന്നെ, അവക്ക് കുടുംബശ്രീയിൽ ആരെങ്കിലും ഒക്കെ വിളിക്കണ്ടേ? ഈ ചെറുക്കൻ എന്തുവാ ചുമ്മാ? എന്നിട്ട് പറയാ അമ്മയുടെ ഫോണ് വലിഞ്ഞെറിഞ്ഞ് പൊട്ടിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞു? അത് കൊള്ളാലോ. അത് കൊള്ളാന്ന്? അല്ലടി, ഞാനത് അങ്ങനെ പറഞ്ഞല്ല. ഈ ചെറുക്കൻ എങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുടുംബം നശിക്കുമല്ലോ. ഞാൻ അവനോട് ചോദിക്കണോ? ചോദിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം പോവച്ചമ്മ. സമാധാനം പോവില്ലേ? അങ്ങനെ ആവട്ടെ, ഞാൻ ശരിയാക്കി തരാം. നീ വിഷമിക്കണ്ട. അവിടെ എന്തേരം വഴക്കമുണ്ടായി? അവിടെ എന്തുവരെ വഴക്കാണെങ്കിൽ എന്തൊക്കെയോ അവര് പറയണ. എന്തോ ഫോണോ ആരോടത്തൊക്കെ സംസാരിക്കുന്നെന്നോ, ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്നോ. അടിയൊന്നും കൊടുത്തില്ലല്ലോ? അടിയൊന്നും കൊടുത്തില്ലെന്ന് തോന്നുന്നു. അയ്യോ, അല്ല അടി കൊടുത്തോന്ന് എന്നോട് ഞാൻ ചോദിച്ചത്. എന്നാ ഞാൻ അവര് സമാധാനിപ്പിച്ചോട്ട് വരാം അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. എടാ പുണ്ണി, ആദ്യം മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. നിനക്ക് നല്ല ബഹുമാനക്കുറവുണ്ട്. എനിക്കോ? നിന്നോട് ആദ്യം ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ നീ അച്ഛമ്മേനല്ലേ വിളിച്ചോണ്ട് വന്നത്? അപ്പൊ അതിന് പകരം ഞാൻ അപ്പ അച്ഛനെ വിളിച്ചോണ്ട് വന്നാ വേണുങ്ങളുടെ ഉപദേശങ്ങൾ നിർത്താവോ? അടിപൊളി. ഞാനിത് ആരെയാണ് ഉപദേശിക്കാൻ വേണ്ടി വന്നത്? നന്നാവില്ലല്ലടാ നീയൊന്നും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കും മക്കളെ. അച്ഛമ്മ വേണുവങ്ങളിനെക്കാട്ടും മുതിർന്നവളല്ലേ? അതെ. അപ്പൊ അച്ഛമ്മ പറഞ്ഞതല്ലേന്നോ വേണുവങ്ങളോട് ഈ ഗേറ്റ് കടന്ന് കാല് കുത്താൻ പാടൂലെന്ന്? അതെന്താ അനുസരിക്കാത്ത? അയ്യങ്ങടുത്ത്
എന്താ തന്തേക്കാളും കഷ്ടമാണല്ലോ മോൻ. നീ എന്റെ അച്ഛന് പറഞ്ഞുണ്ടല്ലോ. വേണുകുട്ട ആ നീ ഇവിടെ ഇരിക്ക, നീ ഇരിക്കടാ. എന്താടി നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? കല്യാണം എന്ന് പറഞ്ഞാലേ എന്റെ സരിത, എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിനെ എനിക്ക് ഇതുവരെ കണ്ടുമുട്ടാൻ പറ്റിയില്ലടി. അതിന് നീ നിന്റെ വേലത്തരൊക്കെ ഉപേക്ഷിച്ച് നല്ല ജോലിക്കൊക്കെ പോ, അപ്പൊ പെണ്ണ് കിട്ടും. അത് ശരി. അപ്പൊ ജോലിയും കൂലിയും ഇല്ലാത്ത ഈ വേണുക്കുട്ടനാണ് എന്നെ ഉപദേശം പഠിപ്പിക്കാൻ വന്നത്. എന്തോടാ ഇത്? എന്റെ പൊന്നു മോനെ, നീ വേണുക്കുട്ടന്റെ ഉപദേശം ഒന്നും കേൾക്കാൻ നിൽക്കല്ലേ, നീ ഒരു കാലത്ത് പോകാൻ പിടിക്കില്ല. എന്തുവാടി ഈ പറയണത്? ഒന്നുമല്ലോ, നമ്മൾ ഒരുമിച്ച് പഠിച്ചവരല്ലേ. എടാ, നീ ആ കണക്ക് സാറിന്റെ മൂട്ടില് പടക്കം വെട്ടിച്ച് പൊട്ടിച്ചനല്ല നീ. വേണുവങ്ങള് അന്ന് മാത്സ് സാറിന്റെ മൂട്ടിൽ പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വേണുവങ്ങള് ഒരു ബോംബ് ഇട്ടിട്ട് World War III ഉണ്ടാക്കും. ഇവിടെ നിന്നാൽ അത്ര പന്തിയല്ല. ഞാനേ പോവാ, പിന്നെ കാണാം. ഇനി തിരിച്ചിവിടെ കണ്ട എടാ, നീ അമ്മ പറഞ്ഞൊന്നും കേൾക്കാൻ നിൽക്കണ്ടാ, വെറുതെ പുലിവാല് പിടിക്കണ്ട. അത് എനിക്ക് പണ്ടേ അറിയാം. അമ്പച്ചി കുറച്ച് ഉപദേശം തരട്ടെ നിനക്ക്? അപ്പച്ചി എന്നെ ഉപദേശം തരാൻ പോവാ. ഞാൻ നല്ല ഉപദേശിയടാ, ഇരിക്കേ. അതിനും ഭേദം ഞാൻ ആ പൊട്ട വേണുവങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കാനാ. വീടങ്ങോട്ട്. എടാ, ഞാൻ കുറച്ച് തരാടാ. ആരും കിട്ടില്ല. എന്നാലും ഇത് എവിടെ പോയടി? അമ്മേ, ഇതിന്റെ അടിയിൽ എവിടെങ്കിലും ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ആ, മര്യാദയ്ക്ക് നോക്ക്. എന്റെ ദൈവമേ. അമ്മേ, ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥിതിക്ക് അത് ആരെങ്കിലും മനഃപൂർവ്വം എടുത്തുണ്ടാവും. നീ എന്ത് വർത്താനം പറയുന്നത്? ഞാൻ ഫോണും കൊണ്ട് എവിടെയെങ്കിലും പുറത്തോട്ടാക്കാനും പോയോ? ഇവിടെ തന്നെയല്ലേ ഉള്ളത് ഞാൻ. അല്ലമ്മേ, വേണമെങ്കിൽ ഇവിടെ കിടന്ന് കറങ്ങണ്ടായിരുന്നു. അവൻ എന്തിനാ എന്റെ ഫോണ് മധു? അങ്ങനത്തെ വർത്താനം തന്നെ പറയാൻ പാടില്ല. എന്തോടി പിള്ളേരെ നിങ്ങൾ തപ്പുന്നു? അച്ഛമ്മ അമ്മയുടെ ഫോൺ കാണാനില്ല. അതവിടെ എവിടെങ്കിലും കാണും. ഇല്ല അച്ഛമ്മ, ഞങ്ങള് കുറെ നേരമായി നോക്കണേ. എടി, ഒരു ഫോൺ സൂക്ഷിക്കാൻ അറിയാത്തവളാണോ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം? ഓ മധു, നീ നിന്റെ അച്ഛമ്മയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ഒന്നാമത് ഫോൺ കിട്ടായിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാ ഉള്ളത്. അച്ഛമ്മയും കൂടെ ഒന്ന് നോക്കിയേ. പിന്നെ എനിക്കും കൂടെ ഫോൺ നോക്കലല്ലേ പരിപാടി. വേണേ തന്നെ നോക്കാൻ പറ. എടി, ആ പ്രകാശം പറഞ്ഞ പോലെ ഇനി ചെയ്തു കാണുമോ? എന്താ അച്ഛൻ പറഞ്ഞേ? ആ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു കാണുമായിരിക്കും. അച്ചെറിഞ്ഞോട്ടിക്കെന്ന് പറഞ്ഞ? എടി, അത് കൃഷ്ണ എന്നോട് ഒന്ന് പറഞ്ഞു. നീ അവളെ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞു. അമ്മ ഞാനുണ്ട്. എടി, നീ ഇവിടെ വന്നേ. നീ എങ്ങോട്ടേ പോണത്? ഫോൺ നോക്കണ്ടേ? അവിടെ വേണമെങ്കിൽ പോയി നോക്കോളൂ. എന്നാലും അച്ഛൻ അങ്ങനെ പറഞ്ഞാ? പറഞ്ഞു. ചിലപ്പോ അവൻ അതൊക്കെ ചെയ്യും. അവനല്ലേ ആള്. അച്ഛനതിന് അമ്മയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കണേ? എനിക്കെങ്ങനെ അറിയാനാന്നേ അച്ഛനമ്മയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്ന കാര്യം? പ്രകാശി, നിങ്ങളുടെ കൂട്ടുകാരന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? ഏത്? നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യ എന്തോ? ആ അതേ പൊട്ടനാ, തെറ്റിദ്ധാരണ പറ്റിയതാ. പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവര് കൂട്ടുകാരിടത്തോ മറ്റോ സംസാരിച്ചതാന്നേ. ഇവൻ ഇത് കേട്ടപ്പോ തലക്ക് ഇതായതാ. സംശയം ഇങ്ങനെയുള്ളവന്മാരെ എന്റെ കൈ കിട്ടി എന്നെ ചെയ്യണമെന്നറിയാം. അവന്മാരെ കൂമ്പിയാൽ ഇടിക്കാൻ പാട്ടിഞ്ഞ് വേണുകൂട്ടാ. പിന്നെ ഭാര്യ സംശയിക്കണം ഒരു കാര്യമില്ലാതെ. നമ്മുടെ കൂട്ടുകാരനല്ലേ, അങ്ങനെ പറയാവോ? കൂട്ടുകാരൻ അങ്ങനെ കുറെ അവന്മാരുണ്ട് സംശയ രോഗികളായിട്ട് നടക്കണവന്മാര്. നിങ്ങളുടെ ഭാര്യയുടെ വരവ് കണ്ടിട്ട് അത്ര പന്തിയല്ലെന്ന് തോന്നല്ലോ. ഒരു ബിസിനസ്സുകാരി അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ട ഇല്ലെന്ന് വൈകുന്നേരം കാണാം. എന്റെ ഫോൺ എവിടെ? നിന്റെ ഫോണാ? അത് അച്ചടത്തെങ്ങാനും പോയി നോക്കണം. എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ എറിഞ്ഞു പൊട്ടിക്കുമെന്നൊക്കെ? പറഞ്ഞ പോലെ ചെയ്തില്ലേ നിങ്ങൾ? അത് വട്ടോടി. ഞാൻ ആ ഫോണും കീണൊന്നും തൊടാനൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ ആരോടാ ഫോണിൽ സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണം. അതല്ലേ വേണ്ടത്? അല്ലേ? ആ
ആ എന്നാ കേട്ടോ, ഞാൻ ഗീതയോടാ സംസാരിച്ചോണ്ടിരുന്നേ. ആ നീ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചപ്പോഴേ എനിക്കൊരു സംശയം തോന്നി, അതാ ഞാൻ നോക്കി. അല്ല ഈ ഗീത എന്തിനടി എപ്പോഴും നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? ആ ഗീതയുടെ ഭർത്താവ് വെള്ളം അടിച്ചിട്ട് അവൾ ഏത് നേരം അടിയും പിടിയാ. അയ്യോ അവൾക്ക് ഒരു സമാധാനവും കൊടുക്കുന്നില്ല. അപ്പൊ കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട് അവൾ എന്നെ വിളിക്കുന്നത്. ആണല്ലേ? ആണല്ല പെണ്ണ്, ആണല്ലേ? ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാ, നിങ്ങൾ ആരെയാ വിളിക്കുന്നത് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടാ? സ്നേഹം കൊണ്ടല്ലേ. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ചിന് ഗുണ എന്ന് പറയുന്നേക്കും നമുക്ക് സംശയം വരത്തില്ലേ? അത് സ്നേഹം കൊണ്ടോ വിരോധം കൊണ്ടൊന്നുമല്ല. ഇനി കുണുകുണാന്നൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അയ്യോ നീ സംസാരിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ഗുണ പറയാൻ പറ്റുള്ളൂ. ഇത് പിണങ്ങുന്നത് എന്തിനാ? ഞാൻ തണുത്ത്, ഞാൻ എന്റെ പിണക്കൊക്കെ പോയി. ഫോൺ എവിടെ? ഞാൻ തൊട്ടിട്ടൊന്നുമില്ല ഫോണൊന്നും. പിന്നെ ഫോൺ വെച്ചെടുത്ത് കാണുന്നില്ലല്ലോ. ഭഗവാനാണ് സത്യം, ഞാൻ ഫോൺ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ വെറുതെ വഴക്ക് വിട്ടു അമ്മയുടെ വാക്കും കേട്ടു തുള്ളി. എന്താ പറഞ്ഞ? ഒന്നുമില്ല. ഓ എന്താ? ഒന്നുമില്ല. അല്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ രണ്ടും കൂടെ വഴക്ക് തുടങ്ങി കാണും. എങ്ങനെയുണ്ട് അമ്മ? അമ്മക്ക് ഈ കുടുംബം കലക്കുന്ന പരിപാടി നിർത്താനായിട്ടില്ല? ഞാനെപ്പോഴാണ് ഈ കുടുംബം കലക്കിയത്? നീ എന്ന് ഈ കുടുംബത്തെ കാല് കുത്തിയോ അന്ന് തുടങ്ങി ഈ കുടുംബം കലക്കാൻ തുടങ്ങി. എന്തുവാ നീ വന്നേ? അല്ല എനിക്ക് ചോദിക്കാനുണ്ട്. എന്ത് ചോദിക്കാനാ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചോദിക്കട്ടെ. അമ്മ ഇന്ന് രാവിലെ അടുക്കളയിൽ വന്നില്ലേ? വന്നു. അപ്പൊ ഞാൻ ഫോൺ ചെയ്യുന്നത് അമ്മ കണ്ടോ ഇല്ലയോ? അതിന് നീ ഫോൺ ചെയ്ത് കണ്ടെന്ന് പറഞ്ഞ എനിക്കെന്നാ? ഞാനവിടെ ചായ ചോദിച്ചു, അപ്പൊ നീ തന്നോ എനിക്ക്? ഞാൻ ചായ എടുത്ത് തന്നാലേ അമ്മക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. എടി നീ എനിക്ക് ചായ എടുത്ത് എന്റെ കയ്യിലെ വള ഊരിപ്പോവോ? തന്നില്ലല്ലോ. എനിക്ക് സൗകര്യമില്ല, അതിന് ഏഷണി വെച്ച് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അത് ശരി. അപ്പൊ ഒരു ചായ കിട്ടാത്തതിന്റെ പേരിലാണ് രാവിലെ ഞാൻ കാറ് കഴുകിക്കൊണ്ടിരുന്നപ്പോ അവിടെ വന്നിട്ട് ഇടാ എന്റെ ഭാര്യ നീ സംശയിക്കണോ, അവള് കുണുകുണുവാൻ സംസാരിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, ചുമല ചുരിദാറിന്റെ നിറം പറയുന്നു. എന്റെ അമ്മോ, നീ ഞാൻ എന്തെങ്കിലും പറയുന്നത് കേട്ട് നീ നിന്റെ സ്വന്തം ഭാര്യ എങ്ങനെ അവിശ്വസിക്കാവോടാ? നാണം കെട്ടവനെ. അയ്യോ അമ്മേ. എടാ ഇനി ആരെങ്കിലും എന്തെങ്കിലും പുഷ്പനെ പറ്റി പറഞ്ഞോണ്ടല്ലോ നീ എന്തെങ്കിലും അവളെ സംശയിച്ച കാരണം തുറണം തരിഞ്ഞം കേട്ടോ. അത് ശരി. അപ്പൊ വാദി ഇപ്പൊ പ്രതിയായല്ലേ? ആ ഉപദേശിച്ചതൊക്കെ മതി. എന്റെ ഫോൺ എവിടെ? ഫോൺ എടുക്ക. നിന്റെ ഫോൺ? ഫോൺ എടി പൊന്നു മോളെ ഒന്നും പറയണ്ടടി. ഇവനെ എടുത്ത് വലിച്ചു കയറിയെന്നും പറഞ്ഞോണ്ടേ ഞാനെടുത്തില്ല. തലേന്റെ അടി പാത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാ അതിനകത്ത് അവിടെ ഉണ്ടോ? അവനെടുത്ത് എറിഞ്ഞു പൊട്ടിച്ചാലോ? ഭയങ്കരം തന്നെടോ. എന്തോ ഭയങ്കരം? ഈ ശരീരം മുഴുവൻ ബുദ്ധിയാ, എനിക്ക് മനസ്സിലായി. ദേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് ആ പെണ്ണും പെണ്ണിനെ സംശയിക്കല് കേട്ടോ. എന്നാലും എന്റെ പ്രകാശ അവിടെ മേലൊരു കണ്ണ് വേണം. ഞാൻ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നതിന് മുമ്പേ അതിനകത്തുനിന്ന് കുറേ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. നീ അവളെ ഒന്ന് ശ്രദ്ധിച്ചോടാ മോനെ. നിന്റെ അമ്മയാ ഞാൻ. അല്ല ഞാൻ ചോദിക്കാൻ മറന്നുപോയി, ഈ ഫോൺ എങ്ങനെയാ സ്വിച്ച് ഓഫ് ആക്കാൻ പഠിച്ചേ? അതാ കൊച്ചുങ്ങൾ ഇങ്ങനെ എടുത്ത് നിന്റെ ഫോൺ ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കിയപ്പോ ഞാൻ എന്നത് പഠിച്ചു, അത്രേ ഉള്ളൂ. ഇനി എന്റെ ഫോണ് തൊട്ട ആ ബേറില് ഞാൻ വിട്ടു. ഞാൻ ഇവരെ മുമ്പ് തന്നെയാ പറഞ്ഞത്. എന്തേ? നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കട്ടെ, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാലോ എനിക്ക്. അത് വേണമെങ്കിൽ ആക്കിക്കോ, എനിക്കെന്താ. അല്ല ഇവന്റെ അടുത്ത് ആക്കാൻ മേലെ എനിക്ക്. നിന്റെ ആക്കാൻ വരുന്നില്ലേ ഉള്ളൂ. ഞാൻ പോയപ്പോ എന്തോ പറഞ്ഞേ? അല്ല ഞാൻ ഇല്ലാത്തപ്പോ എന്തെങ്കിലും പറയും. എന്താ പറഞ്ഞേ? പറയട്ടെ? പറയട്ടെ? എന്താ? എടാ പ്രകാശ, ഞാൻ ആ ഫോൺ എടുത്തപ്പോഴേ അവളുടെ ഫോണിൽ ഇങ്ങനെ കോളുകൾ കുളുകുളുന്ന് വന്നു. മോനെ ആ പൈസ കിട്ടിയായിരുന്നു, അമ്മ തരാന്ന് പറഞ്ഞായിരുന്നു. തന്നില്ല. വേണോ മോനെ? തന്നാൽ കൊള്ളാം. തരാട്ടോ, തരാം. എത്രയാന്ന് പറഞ്ഞു? കണ്ടോ കണ്ടോ? അനുഭവിച്ചു. അവളെ കൊള്ളൂലടാ, അവളെ കൊള്ളൂല. അവള് ഭയങ്കരിയാ. ഇത് രണ്ടും പറഞ്ഞ അമ്മയാണ്. കൊള്ളാന്ന് പറഞ്ഞത് അമ്മ, കൊള്ളില്ലെന്ന് പറഞ്ഞത് അമ്മ. അമ്മ അതൊരു തീരുമാനത്തിലെത്തി. സാധനം രണ്ടും കൂടെ എന്നെ പൊരിക്കുവാണല്ലോ ദൈവമേ. 1000 രൂപ തരുന്നതിനെ കുറിച്ച് മറ്റു പറഞ്ഞില്ലേ? 1000 തരാടാ നിനക്ക്. 1000 അല്ല തരുന്ന, 2000 തരാം നിനക്ക്. 1000 തരും. മര്യാദക്ക് എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ 1000 അല്ല 5000 ഞാൻ തരാന്ന് വിചാരിച്ചാ. ഇനിയില്ല.
ഞാൻ കൂടെ അല്ലേ നിന്നേ. അമ്മ തന്നെയല്ലേ തൊലച്ചത്. അമ്മ അവള് വരുന്നത് നോക്കാതെ ഗുണഗുണാന്ന് പറഞ്ഞു കേട്ട് അവള് കേട്ടോട്ട് വന്നാ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇല്ല, നീ വിളിച്ചോണ്ട് വന്നാ, നീ അവളെ വിളിച്ചോണ്ട് വന്നാ. കരടി കരടി അവിടെ നിന്ന് അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് അധികാരത്തിൽ കയറി വരും. ഇന്നത്തെ ഓർമ്മക്കുറവുണ്ടാ? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടുകൂടായിരുന്നോ? ഞാൻ വിളിച്ചില്ലല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കിയല്ലേ അവളെ കാണാൻ പറ്റുള്ളൂ. അമ്മയല്ലേ അവളെ കണ്ടത്? പിന്നെ അമ്മ കണ്ടു. നീ അവളെ പറഞ്ഞു വിട്ടാ, യാതൊരു സംശയമില്ല. എന്തെങ്കിലും കാണിക്കും, ഞാൻ പൈസ ഒന്നും തരില്ല ഇനി നട്ടാ മുളക്കാത്ത കള്ളം പറയാൻ. ഞാനൊന്ന് കള്ളം ഒന്ന് പറഞ്ഞു കൊടുക്കൂല്ലേ. എന്തേലും കള്ളോ അമ്മ പറയുന്നറിയണ്ടേ. അമ്മ ഉള്ളതുകൊണ്ട് ഇന്ന് എല്ലാരും ഞം വെച്ചു പോകണം. ഇനി ഇതുപോലെ കള്ളങ്ങൾ പറയണം. കള്ളൻ കള്ളൻ നീയാരാ കള്ളൻ? കള്ളൻ രണ്ടും കൂടെ തുടങ്ങിയേക്കുവാ.